ഇറാനും അമേരിക്കയും തമ്മിലുള്ള കരാർ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അമേരിക്കൻ സമയം അനുസരിച്ച് ഏപ്രിൽ 22, പക്ഷേ ഇറാൻ സമയം അനുസരിച്ചാകുമ്പോഴത്തേക്ക് ഇപ്പം അവിടെ ഏപ്രിൽ 21 കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പം പിന്നെ 20-ാം തീയതി രാത്രിയാണ്, രാത്രി 9:30. അപ്പോൾ അവിടെ സമയം നേരം വിളിക്കാറായി കാണും. അപ്പോൾ സ്ഥിതി ഈ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥിതി മാറും. വെടിനിർത്തൽ വീണ്ടും വെടിനിർത്തൽ അവസാനിക്കും, വെടിവയ്പ് തുടങ്ങും, അല്ലെങ്കിൽ തുടങ്ങാം. ഇപ്പോൾ തന്നെ ഇറാൻ്റെ തുറമുഖങ്ങളെല്ലാം അമേരിക്ക പ്രതിരോധിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ആ കപ്പലിൽ ചൈനയിൽ നിന്ന് വന്ന ആയുധങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട്. അപ്പോൾ അമേരിക്ക അത് ആക്രമിച്ചതിൽ ഒരു തെറ്റുമില്ല. അതിലൊരു ഹോളുണ്ടാക്കി അതിൻ്റെ അകത്ത് കയറി ആക്രമിച്ചു, അതിനെ കീഴടക്കി. അപ്പോൾ അതിനെതിരെ പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പാകിസ്ഥാനിൽ നടക്കേണ്ട ചർച്ചയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരടവാണ്, കൂടുതൽ ആനുകൂല്യം കിട്ടാനുള്ള അടവാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ചർച്ച നടന്നാലേ നമുക്ക് ആരൊക്കെ വരും, പങ്കെടുക്കുമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പിന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിൽ പിന്നെ പ്രസിഡന്റിൻ്റെ മരുമകൻ ജാറേദ് കുഷ്ണറും അതുപോലെ തന്നെ ഈ സ്റ്റീവ് വിറ്റ്കോഫും അവരെ എല്ലാം ഇസ്ലാമാബാദിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ എത്തിക്കാണും. അപ്പോൾ നാളെയെങ്കിലും ചർച്ച നടക്കണം. അപ്പോൾ അതിൽ വരില്ല എന്ന് ഇറാൻ പറയുമെങ്കിലും അവസാന നിമിഷം വരുമെന്നാണ് പ്രതീക്ഷ ഉണർന്നിരിക്കുന്നത്. പക്ഷേ ഇറാനിലൊരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ള ആരുമില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ അവിടുത്തെ പ്രസിഡന്റ് പേഷയ്ക്കാൻ, അദ്ദേഹം എന്തോ ഡോക്ടറോ മറ്റോ ആണ്, കാര്യമായിട്ടൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഇറാൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല, എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്, ഈ അണുബോംബൊക്കെ ഉണ്ടാക്കാനുള്ള അവകാശം, അണുശക്തി ഉപയോഗിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്ന് മാത്രമല്ല, അണുബോംബ് ഉണ്ടാക്കിയാൽ അത് അമേരിക്കയ്ക്കൊരു ഭീഷണിയല്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. അമേരിക്കയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക്, ഇസ്രായേലിന് ഭീഷണിയാണ്. ഈ അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യങ്ങൾക്ക്, ഈ പിന്നെ സൗദി അറേബ്യയും അതുപോലെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പം പിന്നെ ഒരു രാജ്യത്തു കൂടി അണ്വായുധം വരുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് നല്ലൊരു കാര്യമല്ല, അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് പ്രസിഡന്റ് ട്രംപ് ഇന്ന് പോപ്പിനോട് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാതെ ഈ പോപ്പിനെ ഈ വിവാദത്തിൽ കൊണ്ടുവരുന്നത് നല്ലൊരു പങ്ക് ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പം ഈ അവിടെ ഒരു അണ്വായുധം ഉണ്ടാകുന്ന പോപ്പിന് ഇഷ്ടപ്പെടുമോ, പോപ്പ് അംഗീകരിക്കുമോ? അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെല്ലാം കൂട്ടക്കൊല ചെയ്ത് പോപ്പ് അംഗീകരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ട്രംപ് ഇപ്പം പുതുതായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്നാണ്. പോപ്പ് ഇപ്പം നിങ്ങൾ യുദ്ധം ചെയ്തോ, നിങ്ങൾ കൊന്നോ എന്ന് ഏതെങ്കിലും പോപ്പ് പറയുമോ? അപ്പം ഈ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും, അതായത് സീസർ ചെയ്യേണ്ടത് സീസർ ചെയ്യുക, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തുകൊള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി. ഈ മതവും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂട്ടിക്കഴിക്കേണ്ട ഒരു കാര്യവുമില്ല. പോപ്പിനെ ഇതിൽ വലിച്ചടിക്കേണ്ട കാര്യം തന്നെയില്ല. എന്തായാലും അത് ഒരു വിഷയം. ഇനിയിപ്പം ഈ ചർച്ചയ്ക്ക് ഇറാൻ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയാണ് പിന്നെ അടിച്ചു തകർത്ത് കളയുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇറാനിലെ പാലങ്ങളും ഈ പവർ പ്ലാന്റുകളും ഒന്നുമില്ല. ഇറാൻ ഒരു പുരാതന രാജ്യമായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുമെന്നാണ് പ്രസിഡന്റ് ഭീഷണി മുടക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ബോംബുകൾ തലങ്ങും വിലങ്ങും വീഴും. അപ്പോൾ അത് പിന്നെ രാജ്യമാകെ നാശനഷ്ടം വിതയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കേപ്പബിലിറ്റി ഏതായാലും അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിന്, ഈ കാലാൾപ്പട അങ്ങോട്ട് ചെന്നിട്ട് നേരിട്ടൊരു യുദ്ധത്തിനുള്ള സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല. അത് അമേരിക്കയ്ക്കും താല്പര്യമില്ല, അമേരിക്കയിൽ ആർക്കും തന്നെ താല്പര്യമുള്ളൊരു കാര്യമല്ല. വിയറ്റ്നാമിലെ അനുഭവമൊക്കെ നമുക്കുണ്ട്. അപ്പം ബോംബിട്ട് തിരിച്ചു പോരുക, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ രാജ്യം എത്രമാത്രം വിഷമത്തിലേക്ക് പോകുമെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവിടുത്തെ നേതൃത്വത്തിന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പം നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആകെപ്പാടെയുള്ളത് ആ ഇസ്ലാമിക് IRGC എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞ ആ ഭീകര പ്രസ്ഥാനമാണ്. അവരാണിപ്പം ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ യുദ്ധം ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹമാസിൽ പിന്നെ ഈ ചെറിയൊരു ശക്തിയായിട്ട് കൂടി അവരെ എത്രമാത്രം പ്രശ്നമാണ് ഉണ്ടാക്കിയത്, എത്രമാത്രം ഈ ഇസ്രായേലിനെ പോലൊരു വൻശക്തി അവരെ തകർക്കാനായിട്ട് എത്രമാത്രം ശ്രമിക്കുകയും എത്രമാത്രം പിന്നെ ആക്രമണം നടത്തുകയും ചെയ്യേണ്ടി വന്നു. അപ്പം ഇറാൻ്റെ സ്ഥിതിയോ, ഇറാനെ പോലൊരു വലിയ രാജ്യം, വലിയ ജനസംഖ്യയും വലിയ ശക്തിയുമുള്ള ഒരു രാജ്യം, അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് ഏതായാലും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒബാമയുടെ കാലത്ത് പിന്നെ ഇറാനുമായിട്ടൊരു കരാറുണ്ടാക്കിയിരുന്നു. ആ കരാറ് ഐക്യരാഷ്ട്രസഭയിലെ അഞ്ച് പെർമനൻറ്റ് മെമ്പേഴ്സും അംഗീകരിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് ഇറാൻ
പിന്നെ അണ്വായുധം ഉണ്ടാക്കില്ല, പക്ഷേ അണുശക്തി ഉപയോഗിച്ച് അവർക്ക് നിയന്ത്രണങ്ങൾ വെച്ച് അണുശക്തി ഉപയോഗിച്ച് പിന്നെ വൈദ്യുതിയും മറ്റും പിന്നെ ഉൽപ്പാദിപ്പിക്കാം. അതായിരുന്നു കരാറ്. അപ്പോൾ അതിനേക്കാൾ നല്ല കരാറാണ് നൽകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ നല്ല കരാറായിരിക്കും, ഇറാൻ എന്തുകൊണ്ടും ഗുണകരമായിരിക്കും. അപ്പോൾ അവർ ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് അമേരിക്ക അവർക്ക് പേടിയും സംശയവുമാണ്. കാരണം 1953 അവിടെ അട്ടിമറി നടത്തുകയൊക്കെ ചെയ്ത് CIA ശ്രമപരമായിട്ടാണ്. അങ്ങനെയാണ് അവിടെ ഈ രാജവാഴ്ച തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ അതിനെ ജനങ്ങൾ പ്രതിരോധിച്ചതാണ്. പിന്നെ 79 ആ പിന്നെ ഇസ്ലാമിക ഭരണകൂടം വന്നത്, ഇസ്ലാമിക വിപ്ലവം ഉണ്ടായത്. അപ്പം ഈ പരമ്പരാഗതമായിട്ട് അമേരിക്കയെ സംശയവും ഭീതിയുമുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ എന്തായാലും ഒരു യുദ്ധം ഒഴിവാകണം എന്നാണ് നമ്മളെപ്പോലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. മനുഷ്യരാണ് മരിക്കുന്നതും പിന്നെ ഈ പാലങ്ങളും ഈ പവർ പ്ലാന്റുകളും ഒക്കെ തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണ മനുഷ്യരാണ്. അതാണ് നമ്മളെല്ലാം അലോസരപ്പെടുത്തുന്നത്. ഇതിനിടയിലാണ് ഈ പാകിസ്ഥാൻ പോലെ ഒരു സ്ഥലത്താണ് ഈ ചർച്ച നടക്കുന്നത്. അവരാണ് മീഡിയേറ്റേഴ്സായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. പിന്നെ എങ്ങനെയും എല്ലാ കാര്യത്തിലും മുതലെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യം, ഏതൊരു അവസ്ഥയും അവർക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ആ പ്രക്രിയ. അപ്പോൾ അത് ഇവിടെയും അവർ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നു. പക്ഷെ അത് പിന്നെ ആത്യന്തികമായി ദോഷം ചെയ്യുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ റഷ്യ കീഴടക്കിയപ്പം അപ്പോൾ ആ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ടാണ് താലിബാനെയൊക്കെ ശക്തിപ്പെടുത്തുന്നത്. അത് പാകിസ്ഥാൻ മുഖേനയാണ് ആയുധങ്ങളും മറ്റും അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്നത്. ഒടുവിൽ ഈ താലിബാൻ അമേരിക്കയ്ക്കെതിരെ തന്നെ തിരികെയുണ്ടായി. അപ്പോൾ പിന്നെ അമേരിക്ക അവരെ അടിച്ചമർത്തുകയും 20 വർഷത്തോളം അഫ്ഗാനിൽ പിന്നെ അമേരിക്കൻ സൈന്യം തുടരുകയും ചെയ്യേണ്ടിയൊക്കെ വന്നു. പക്ഷേ തിരിച്ചു വന്ന അമേരിക്കൻ സൈന്യം വിട്ടുപോകുന്നപ്പോഴും വീണ്ടും താലിബാൻ അധികാരത്തിൽ വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഇറാൻ്റെ കാര്യം നമ്മൾ പിന്നെ കാതോർത്തിരിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാം മംഗളമായിട്ട് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.